മിഷൻ സമുദ്ര എന്ന പേരിൽ കേരളത്തിന് പുതിയ വികസന മാതൃകയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാരിൻ്റെ പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരണം പൂർത്തിയായി. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ വരുന്ന തീരദേശവും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് മാരിടൈം ഭൂപടത്തിൽ കേരളത്തിനെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായി തീരദേശം, തുറമുഖങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയെ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് മാരിടൈം സമ്പദ് വ്യവസ്ഥയാക്കി സംസ്ഥാനത്തെ മാറ്റാൻ ലക്ഷ്യമിടുന്നതാണ് ബജറ്റിലെ പദ്ധതികൾ. ഇതിനായി കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മാരിടൈം മ്യൂസിയം സ്ഥാപിക്കാൻ 50 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായി വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റും. വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കും. തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശത്തുള്ളവർക്ക് സംവരണവും ബജറ്റിൽ പ്രഖ്യാപനത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. പട്ടയമില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകാനും പദ്ധതിയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ തൊഴിലാളികൾക്ക് സർക്കാർ വേതനം നൽകും. മത്സ്യബന്ധന വകുപ്പിന് 133.44 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന മണ്ണെണ്ണ സബ്സിഡിയും ഉയർത്തിയിട്ടുണ്ട്. 75 രൂപയായാണ് ഇത് ഉയർത്തിയത്. വ്യവസായ ധാതു മേഖലയ്ക്ക് 1558 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരദേശ പരിപാലനം എന്നിവയ്ക്കായി 559.39 കോടി രൂപയാണ് മാറ്റിവെച്ചത്. പുതുക്കിയ ബജറ്റിൽ 1534 കോടിയാണ് കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി വകയിരുത്തിയത്. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി നീക്കിവെച്ചപ്പോൾ പമ്പ്ഡ് ഹൈഡ്രോ പ്രൊജക്റ്റുകൾക്ക് പ്രോത്സാഹനത്തിനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 250 ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമാണ്. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ബജറ്റിൽ പരാമർശങ്ങളുണ്ട്. പരിസ്ഥിതി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ആധുനിക സംവിധാനത്തിനായി 192 കോടി രൂപയാണ് നീക്കിവെച്ചത്. നടപ്പു സാമ്പത്തിക വർഷം സർക്കാരിന് കൊടുത്തു തീർക്കേണ്ട ബാധ്യത 87,012 കോടി രൂപയാണെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിന് ആകെ 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് നിലവിലുള്ളത്. പ്രതീക്ഷിത വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായതോടെ പദ്ധതി അടങ്കൽ തുക പുതുക്കി നിശ്ചയിച്ച് 30,730 കോടിയായി മാറ്റേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില സമഗ്രമായി പുനഃപരിശോധിക്കാനുള്ള സർക്കാർ നീക്കവും ബജറ്റിൽ സൂചനയുണ്ട്. ഭൂനിയമങ്ങളിലെ പരിഷ്കരണം, സമഗ്രമായ ലാൻഡ് മാനേജ്മെൻറ്റ് നയം എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് നയം രൂപീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ നിർമ്മിക്കും. ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിനായി 200 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. സ്പേസ് പാർക്കിന് 5 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പ്രവാസി നിക്ഷേപം ഉറപ്പാക്കുന്നതിനായി കേരള പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും എന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. പുതിയ കേരളത്തിനായി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കൗൺസിലാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനുമായിട്ടായിരിക്കും ഈ കൗൺസിൽ നിലവിൽ വരിക. സഹകരണ മേഖലയ്ക്കായി 114 കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നത്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളെ തന്ത്രപ്രധാനമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കും. ഗുരുതര രോഗബാധിതർക്കും ദുർബല വിഭാഗങ്ങൾക്കുമായി വൺ കേരള കരുതൽ മിഷനും പ്രഖ്യാപനത്തിലുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1477.57 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപനമുള്ളത്. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. ഉയർന്ന അക്കാദമിക് നേട്ടത്തിനായി വിദേശ ദേശീയ സർവകലാശാലകളുമായി സഹകരിച്ച് കേരള നോളജ് വാലി സ്ഥാപിക്കുന്നതിനായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്നതിന് തടയിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ പരിഷ്കരണത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കുക. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിൽ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാനും സർക്കാർ ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ ഇത്തവണത്തെ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. വയോജന വകുപ്പിന് 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് 100 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. കാസർഗോഡ്, വയനാട്, മഞ്ചേരി, ഇടുക്കി മെഡിക്കൽ കോളേജുകൾ വികസിപ്പിക്കാൻ നടപടിയുണ്ടാകും. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മെഡിസപ്പ് പരിഷ്കരിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ NPS പദ്ധതിയും ഇതനുസരിച്ച് പരിഷ്കരിക്കും.
എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 10,000 MSME സംരംഭങ്ങൾക്കായി 100 കോടി രൂപയും ബജറ്റിൽ ഇത്തവണ വകയിരുത്തി മാറ്റിവെച്ചിട്ടുണ്ട്. KFC മുഖ്യമന്ത്രി സംരംഭകത്വ വികസന പദ്ധതിയിൽ വായ്പാ തുക 5 കോടിയാക്കി ഉയർത്തി. 6% നിരക്കിലാണ് വായ്പ അനുവദിക്കുക. സർക്കാർ 3% സബ്സിഡി നൽകും. ഇതിനുള്ള പ്രായപരിധി 60 വയസ്സായി ഉയർത്തിയിട്ടുമുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വികസനത്തിന് 77.91 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതേസമയം മുന്നോക്ക ക്ഷേമത്തിന് 39 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. നഗരങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് കേരള അർബൻ ഗ്രോത്ത് മിഷന് 100 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന് 5,952 കോടി രൂപ വകയിരുത്തി. റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 955 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കലാ സാംസ്കാരിക മേഖലയ്ക്ക് 203 കോടി രൂപയും കായിക യുവജന മേഖലയ്ക്ക് 173 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ പേരിലുള്ള ഡിജിറ്റൽ പാർക്ക് കോഴിക്കോട് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. ഇതിനായി 50 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കൊച്ചിയിൽ ചിത്രനഗരവും മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപയും ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലാണ് ഉള്ളതാണ്. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൗജന്യ യാത്ര അടക്കം ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അംഗൻവാടി ജീവനക്കാരുടെ അടക്കം ഓണറേറിയവും കൂട്ടി. തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും VD സതീശൻ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആമുഖമായി പറഞ്ഞിട്ടുണ്ട്.